അവൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് വിളയിച്ചെടുക്കാനുള്ള ഒരു പ്രിപ്പറേഷനാണിത്. അപ്പോൾ 1/2 കിലോ അവലുണ്ട്. അവൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഏലക്കായും അതുപോലെ തന്നെ ജീരകവും വറുത്ത് വെച്ചിട്ടുണ്ട്. അവലിൽ ചേർക്കാനുള്ള ശർക്കരയാണ് 1/2 കിലോ ഉണ്ട്. അടി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഫുള്ള് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുകി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് 3-4 വരും, കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു കഴിഞ്ഞ തേങ്ങ നമ്മൾ വറുത്തെടുക്കണം. ഇത് കുറച്ച് ചിരകിയ തേങ്ങയാണ്. അതും ഇതിൻ്റെ കൂടെ ഗോൾഡൻ കളറാകുന്നോടെ വരെ വറക്കണം. അപ്പോൾ നമ്മളിതിനെ തീ താഴ്ത്തി വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി അതിനെ ഗോൾഡൻ കളറ് ആക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറേ വേറെ ഐറ്റം ചേർക്കാനുണ്ട്. ഇത് നമ്മുടെ ഓട്സാണ്. ഓട്സ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓട്സ് ചേർത്തത്. ഓട്സ് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം മുന്തിരിങ്ങ വറക്കാനിടുകയാണ്. മുന്തിരിങ്ങയിൽ ഇപ്പം ഞാൻ കഴുകിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം എല്ലാം വറ്റിപ്പോണം. പിന്നെ നന്നായിട്ടത് ഒരുവിധം ക്രിസ്പായി വരികയും വേണം. ഇത് കുറേ ദിവസം ഇരിക്കുമ്പോൾ കേടാകാതിരിക്കാനായിട്ടാണ്. അപ്പോൾ മുന്തിരിങ്ങ വറവലായിട്ടുണ്ട്. ഇനി മുന്തിരിങ്ങയെ ഇതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കണം. ഇതിലോട്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് വറുത്തതിലേക്ക് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ മാറ്റിയതിന് ശേഷം ബദാം വറുത്തതാണ്, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ക്രഷായിട്ട് ശരിക്കും പൊടിക്കണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മുടെ ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡ് ഞാൻ വറുത്തതാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട. ബദാമും അധികം നേരം ഇളക്കണ്ട. ഇത് വറുത്തതാണ്, ബദാമും വറുത്തെടുത്തതാണ്. ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം വെള്ളം ചേർത്തല്ല ഞാൻ ശർക്കര ഉരുക്കിയത്. കാരണം നമുക്കിത് വഴറ്റി ഇതിൻ്റെ ജലാംശം മുഴുവൻ വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒത്തിരി വെള്ളത്തിൽ നമ്മൾ ഇതങ്ങോട്ട് ശർക്കര ഉരുക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇത് ശർക്കരയുടെ പാകം നോക്കണത് ഇങ്ങനെയാണ് വെച്ചാൽ, ഒരുപാട് തീയിലേക്കിട്ട് നമ്മൾ അല്പം ഒന്ന് കോരി ആറ്റിയതിന് ശേഷം അത് കയ്യിലൊന്ന് പിടിച്ച് നോക്കണം. അപ്പോൾ നൂല് പോലെ വലിയുന്ന പാകമാണ്. നമുക്ക് ആ പാകത്തിലാണ് നമ്മൾക്ക് ഇനി അവൽ ചേർക്കേണ്ടത്. ഏലക്കായും ജീരകവും വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഏലക്കായുടെ തൊണ്ട് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്, പെസ്റ്റിസൈഡ്സ് ഉണ്ട് അതിൽ. അപ്പം ഇത് പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഈ മധുരത്തിൻ്റെ കൂട്ടത്തിലൂടെ അല്പം കുരുമുളക് പൊടി. അപ്പോൾ പിന്നെ കുരുമുളക് പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് കോൾഡിനും അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല ഒരു മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് കുരുമുളക് പൊടി. അപ്പോൾ ഇത് നമ്മൾ ഇതോടുകൂടി ഇളക്കി ചേർക്കുകയാണ്. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും നന്നായിട്ട് ഇത് നമ്മുടെ അവലയിൽ മിക്സ് ആയിക്കോളും. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കൂടെ ജീരകം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം കുറച്ച് കുറവാണെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി അതിൻ്റെ സത്ത് ഇതിൽ ഇറങ്ങി കിട്ടണം. ഇത് ശരിക്കും പാകമായിട്ടുണ്ട് ശർക്കരപ്പാനി പാകം ആയതിനു ശേഷമാണ് നമുക്കിതൊക്കെ ചേർക്കേണ്ടത്. ശരിക്കും പെർഫെക്റ്റായി, നൂല് പോലെ വലിഞ്ഞു തുടങ്ങി. അപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. വെള്ളം ഒട്ടും അതിൻ്റെ അകത്തില്ല, നല്ലപോലെ വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി അവലങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അവലിന് ശേഷം ഇനി നമുക്ക് അവൽ നേരത്തെ നന്നായിട്ട് വറുത്ത് വെച്ച അവലാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് വറുത്തതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടണം. ബദാം ചേർത്ത് കൊടുത്തു. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അവൽ ഡ്രൈ ഫ്രൂട്ട്സ് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.